ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന മക്കളെ അവരോട് പഠിക്കടാ എന്ന് പറയേണ്ട കാര്യമില്ല, അവരത്ര ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പഠിക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ അഭിനയിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ പഠിക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷെ പരീക്ഷ വരുമ്പോൾ മാർക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ഒത്തിരി തവണ ആവർത്തിക്കുമ്പോഴും മാതാപിതാക്കൾ അവരുടെ കാര്യത്തിലൊരു നിയന്ത്രണം വയ്ക്കും. ചിലപ്പോൾ ട്യൂഷൻ കൊണ്ട് ചേർക്കും, നന്നായിട്ട് കൺട്രോൾ ചെയ്യും, ഉപദേശിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവർ, നല്ല റിസൾട്ടൊക്കെ ഉള്ളവർ അധികം ഉപദേശിക്കേണ്ട ആവശ്യമില്ല, ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല. പഠിക്കുന്നു എന്ന് നടിക്കുന്നവരെ അല്ലെങ്കിൽ പഠിക്കാത്തവർ ആണ് മാതാപിതാക്കൾ കൂടുതലായിട്ട് അവരുടെ മേൽ നിയന്ത്രണം വയ്ക്കുന്നത്. അപ്പോൾ ഈശോ ഉപദേശിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ കുമ്പസാരക്കൂട്ടിൽ ചിലപ്പോൾ ഞാനൊന്നും ഉപദേശിക്കാറൊന്നുമില്ല. കാരണം ഈശോ ഉപദേശിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ പാപത്തെക്കുറിച്ച് കൺവിൻസ്ഡായിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്നയാളോട് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നത് പോലെയല്ല, അങ്ങനെ ചെയ്യരുത്, ഇനി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. ഈശോ അങ്ങനെ അധികമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം. ഇന്നത്തെ ഒന്നാം വായനയിലും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപദേശിച്ചത്? അത് 1 തെസ്സലോനി 2:12, അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന് യോഗ്യമായ വിധം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിനൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ദൈവം അത് ഈശോ ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവളോട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യം, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേലിൽ പാപം ചെയ്യരുത്, ഇങ്ങനൊരു വാക്ക് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഉപദേശമാണ്. അത് അവളോടത് പറഞ്ഞാൽ കാര്യമുണ്ട്, അവളത് രക്ഷപ്പെടും, അവൾ ജീവിതത്തിൽ നല്ല തീരുമാനമെടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഈശോയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ പാപിനിക്ക് മോചനം എന്ന് പറയുന്ന ടൈറ്റിലോടുകൂടി ഈശോയുടെ കാലുകൾ കഴുകുന്ന സ്ത്രീ, അവളത് ചെയ്യുന്നതിൽ പിറുപിറുക്കുന്നവരുണ്ട്. പക്ഷേ അവളത് ചെയ്തതിനെ അനുമോദിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ വിടുകയാണ്. അപ്പോൾ അതിൽ ഉപദേശിക്കേണ്ട കാര്യമില്ല. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നുന്നില്ല അപ്പൻ ധൂർത്തപുത്രനെ ഉപദേശിച്ചു വന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ പിതാവ് ഓടിച്ചെന്ന്, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന്, ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് ചെയ്തത്. ഒരു ചോദ്യം പോലും ചോദിച്ചു, നീ എവിടെയായിരുന്നു മകനെ എന്ന് പോലും ചോദിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ ഈശോ ഉപദേശിച്ചിട്ടുണ്ട്, അത് രക്ഷപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവനോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോ ഉപദേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിൽ നിയമജ്ഞരോടും ഫരിസേയരോടും ഈശോ വാതോരാതെ ഇങ്ങനെ പറയുക. അത് 23-ാം അധ്യായം മത്തായി 23-28, ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപഠ്യവും അനീതിയും നിറഞ്ഞവരാണ്. കാപഠ്യവും അനീതിയും നിറഞ്ഞവർ. ഇവരുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ കൊള്ളരുതായ്മ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവരെയാണ് ഇവർ ബുദ്ധിമുട്ടിക്കുന്നത്. അവരുടെ മതത്തിൽ ചേർക്കുന്നു, എന്നിട്ട് അവരെ നരകതുല്യമായ സന്തതികളാക്കി മാറ്റുന്നു. ഒരാളെ വിളിച്ചു ചേർത്തിട്ട്, അതായത് അവരെ ആകർഷിച്ച് കൂടെ ചേർക്കും, എന്നിട്ട് അവരെ ഭാരപ്പെടുത്തുന്നു. ചില
അവസരങ്ങളിൽ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ വചനം, അവരുടെ ചുമലിൽ ഭാരമുള്ള ചുമട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ മനുഷ്യരെ ദ്രോഹിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാകാം ഈശോ ഈ കപടനാട്യക്കാരായ ഫരിസേയരോടും നിമജ്ഞരോടും നിങ്ങളിങ്ങനെ ബാഹ്യമായിട്ട് നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഉള്ളു ശുദ്ധിയാകണം എന്ന് പറഞ്ഞിങ്ങനെ വാദോരാതെ പറയുന്നത്. അപ്പം സമൂഹത്തിന് ഒരു നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇനി ധൂർത്തപുത്രൻ ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ മൂത്ത മകനോട് പിതാവ് ഉപദേശം കൊടുക്കുന്നുണ്ട്. സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാ പറയുക, സാന്ത്വനങ്ങൾ പറഞ്ഞു. അപ്പം അത് കുടുംബത്തിനത് ബുദ്ധിമുട്ടാണ്. ഈ മൂത്ത മകൻ പെറുപിറുത്തോണ്ടിരിക്കുമ്പോൾ അത് കുടുംബത്തിനൊരു അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അപ്പൻ ആ മകനെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അത് ഒരു കാര്യത്തിന്, ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം. രക്ഷപ്പെടും എന്ന് ഉറപ്പില്ലാത്ത കേസിൽ ഈശോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ധനികനായ യുവാവ് വന്നിട്ട് നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നീ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടല്ലോ. പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയും, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ അവൻ വിഷാദിച്ച് തിരിച്ചുപോയി. ഈശോയ്ക്ക് വേണമെങ്കിൽ അയ്യോ മകനെ, പോകല്ലേ മകനെ, പോകല്ലേ മകനെ, നീ പോകല്ലടാ എന്ന് പറയാമായിരുന്നല്ലോ. ഈശോ ഉപദേശിച്ചിട്ടില്ല, തിരിച്ചു വിളിച്ചില്ല. ഇനിയും യൂദാസ് കറിയോത്തായ്ക്ക് എത്ര പ്രാവശ്യം ഹിൻഡ് കൊടുത്തു. പാത്രത്തിൽ കഴിമുക്കുന്നവൻ, എന്നോടൊപ്പം ഭക്ഷിക്കുന്നവൻ ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഹിൻഡ് കൊടുക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-30 വാക്യത്തിൽ അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് അവൻ പുറത്തുപോയി എന്നാ പറയാം. അപ്പം പുറത്തു പോകുന്ന യൂദാസ് കറിയോത്തായെ, യൂദാസേ എടാ യൂദാസേ പോകല്ലടാ, എടാ യൂദാസേ പോകല്ലടാ എന്ന് ഈശോ വിളിക്കല. അതായത് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളൊന്ന് വിചിന്തനം ചെയ്തേ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പാപമൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല അന്തസ്സോടുകൂടി പാപം ചെയ്യുന്നുണ്ട്. ചിലരുടെ വിചാരം മാരേജ് ഈസ് എ ലൈസൻസ് ടു ഹാവ് ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫയർ. കുടുംബജീവിതം തുടങ്ങിയാൽ പിന്നെ നിയമപരമല്ലാത്ത ബന്ധങ്ങളിലൊക്കെ പെടുന്നത് അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ അവർ പിടിക്കപ്പെടുന്നുമില്ല, അവർ നല്ല തന്ത്രപൂർവ്വം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് അവർ വിചാരിക്കും. അതുപോലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് പോലും മദ്യപിക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് അങ്ങനെ മദ്യപിച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വീട്ടിലുള്ളവർ പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട്. ആ മദ്യപാനി മദ്യപിച്ചത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നൽ കൊണ്ട് അവനത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു ദുരിതം വരുത്തുകയോ ഒരു കഷ്ടപ്പാട് വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് അതങ്ങനെ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നത് കൊണ്ടാകാം. അതായത് തന്നോട് ചേർത്ത് നിർത്തുന്നവരെ ദൈവം ഉപദേശിക്കും. അതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യം, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അപ്പം യഥാർത്ഥത്തിൽ നമ്മളെ ആരും ഉപദേശിക്കുന്നില്ല എന്ന് കരുതി തെറ്റായ വഴിയിലൂടെ നടന്നങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് ദൈവഹിതമല്ല. അതാണ് ഇന്നത്തെ 1-ാം വായനയിൽ പറയുന്നത്. അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പഠിക്കുന്ന മക്കളോട് അവരോട് ഉപദേശിക്കേണ്ട കാര്യമില്ല, പഠിക്കാത്ത മക്കളോട് ഉപദേശം കൊടുക്കണം. കാരണം അവർ എൻ്റെ മക്കളാണ്. അവിടെ വേറെ ആരുടെ പിള്ളേരല്ല, അവരെൻ്റെ മക്കളാണ്. എൻ്റെ മക്കളെന്നുള്ള ബോധമുള്ളവരെ ദൈവം ഉപദേശിക്കും. നമുക്ക് ഉപദേശം ഇഷ്ടമില്ല എങ്കിൽ, ഉപദേശം നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. അപ്പം മോണിക്ക പുണ്യവതിയുടെ ദിവസം ഇന്ന് ആചരിക്കുമ്പോൾ മോണിക്ക പുണ്യവതിയുടെ പേരിൻ്റെ അർത്ഥം മൊണേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിക്കുക എന്നാണ്. പക്ഷെ മോണിക്ക പുണ്യവതി ഉപദേശത്തെക്കാൾ ഉപരി ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ മോണോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഏകാന്തത, ഒറ്റക്കായിരുന്നു കൊണ്ട് തൻ്റെ വിജാതീയനായ ഭർത്താവിന് വേണ്ടിയും വിജാതീയ കുടുംബത്തിലുള്ള തൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്
എന്നിട്ട് പിൽക്കാലത്ത് തൻ്റെ ഭർത്താവും തൻ്റെ അമ്മായിയമ്മയും മാനസാന്തരപ്പെട്ട കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയും വിശുദ്ധ അംബ്രോസ് എന്ന മെത്രാൻ്റെ പ്രസംഗങ്ങളുമാണ് വിശുദ്ധ അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത്. ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നതിൻ്റെ തെളിവാണ് അത്. ഈ അമ്മയ്ക്ക് തൻ്റെ മകനെ വേണം. അതാണ് ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് തിരികെ പോയപ്പോൾ അപ്പൻ തിരികെ വിളിച്ചിട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ ആ മകൻ തിരികെ വരാൻ വേണ്ടി അപ്പൻ എൻ്റെ മകൻ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഫലദായകമാണ്. അങ്ങനെ ആരെങ്കിലും ഉപദേശിക്കുകയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഉപദേശം സ്വീകരിക്കുന്നവരോടുകൂടെയാണ് വിവേകം. ഉപദേശം സ്വീകരിക്കുന്നവരോടുകൂടെയാണ് വിവേകം. ഉപദേശം സ്വീകരിക്കാൻ വേണം. നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നത് അത് പാഴായി പോകാതെ അത് നമ്മുടെ ജീവിതത്തിൽ ഫലദായകമാവുകയും വേണം. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കൗദാശിക ജീവിതം, കുമ്പസാരം, ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരണം, അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന തീർത്ഥാടനം, ഇതെല്ലാം വളരെയധികം ഫലമുളവാക്കുന്നതായി മാറട്ടെ. അഗസ്തീനോസ് പുണ്യവാളനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു വിശുദ്ധനെ സഭയ്ക്ക് നൽകിയ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനകൾ സഭയിൽ ഫലദായകമായതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കീഴ്വഴക്കവും വിധേയത്വവും സഭയോടുള്ള ചേർന്ന് നിൽപ്പും ഒത്തിരി അനുഗ്രഹമാകട്ടെ. അതിനുവേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രകാശം ഉള്ളിലേക്ക് കിട്ടട്ടെ. ചിലപ്പോൾ ഒട്ടും പറഞ്ഞിട്ടും കേൾക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ധൂർത്തപുത്രന് വേണ്ടി പ്രാർത്ഥിച്ച് അയാൾ പന്നിക്കൂട്ടിൽ നിന്ന് തിരികെ വന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്ക 15:17. അപ്പോൾ അവന് സുബോധമുണ്ടായി. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതൊക്കെ ദൈവം ക്രമീകരിക്കും. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-1 വാക്യം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. അഗസ്തീനോസ് പുണ്യവാളനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നത് അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള നന്മകളും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും അത് ദൈവം ക്രമീകരിക്കട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകം ഒരു ഡിവൈൻ അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി, പ്രത്യേകിച്ച് ഭൗതികമായ കാര്യങ്ങൾ, കല്യാണം, വിവാഹം, കുഞ്ഞ്, വീട്, കടബാധ്യത, ഇതിൻ്റെ മേലൊക്കെ ഒരു ഡിവൈൻ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകാനും, അതുപോലെ ദൈവത്തിൻ്റെ മകനും മകളുമായി ആത്മീയതയിൽ മുന്നേറാനും അതിനും ഒരു ഡിവൈൻ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകാനും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെൻ്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധ മറിയമേ, ദൈവികമായ ക്രമീകരണങ്ങളോടൊത്ത് മുന്നോട്ട് ചരിച്ച പരിശുദ്ധ മറിയമേ, ഒരിക്കലും മറിയത്തെ ആരും ഉപദേശിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് സതുപദേശത്തിൻ്റെ മാതാവ് എന്ന് മറിയത്തെ വിളിക്കുകയാണ്. മറിയമേ, ഞങ്ങൾക്ക് അമ്മയുടെ ഒരു പ്രത്യേക കരുതലും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. ഈ തീർത്ഥാടനം അനുഗ്രഹമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി, ബർത്ത്ഡേ തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീയമായ അനുഗ്രഹങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങളും ബർത്ത്ഡേ ഗിഫ്റ്റായി നൽകണമേ. ആമേൻ.